വിതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പച്ചൻ മരിച്ച് 9 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ ഇളയ എൻ്റെ അനിയനെ പ്രസവിച്ചത്. അപ്പോഴെനിക്ക് ടൈഫോയിഡ് വന്നു. അന്ന് ടൈഫോയിഡ് എന്ന് പറഞ്ഞൊരു ഫേറ്റൽ ഡിസീസായിരുന്നു, മാരക രോഗമാണ്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു ബ്രദർ മരിച്ച് 3-ാം ദിവസം 3 വയസ്സുള്ളപ്പോൾ ടൈഫോയിഡായിട്ട് മരിച്ചു. എൻ്റെ ഏറ്റവും ഇളയ അനിയനും ടൈഫോയിഡായിട്ട് മരിച്ചു. അപ്പോൾ ഞാനും മരിച്ചു പോകുന്നായിരുന്നു എല്ലാവരുടെയും കാരണം. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ബാപ്റ്റിസ്മൽ നെയിം ലോറൻസ് എന്നായിരുന്നു. ഇപ്പോൾ എടക്കൊച്ചിയിൽ സെൻറ്റ് ലോറൻസിൻ്റെ ഒരു പള്ളിയുണ്ട്, ഫേമസാണ്. അമ്മ സെൻറ്റ് ലോറൻസിന് നേർച്ച നേർന്നു. ആലപ്പുഴ രൂപയിൽ സെൻറ്റ് ആൻ്റണീസ് ഓർഫനേജ് എന്നും പറഞ്ഞ് ഒരു സ്ഥാപനമുണ്ട്. അവിടെ എന്നെ കൊണ്ടുപോയി ചേർത്തു. പക്ഷെ അത് എനിക്ക് എൻ്റെ എല്ലാ ഗുണങ്ങളും വളർത്തിയെടുക്കുന്നതിനെ സഹായിച്ചത് അവിടെയായിരുന്നു, ആലപ്പുഴയിലെ ജീവിതം. അന്നത്തെ അവിടെ എല്ലാവരും അവരവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി ഉപയോഗിക്കണം. അപ്പം ഞാൻ 3-ാം ക്ലാസ് മുതൽ എൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ചൊക്കെ എടുത്ത് അങ്ങനെ അത് കിട്ടി. ഇപ്പോഴും ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ തന്നെയാണ് വാഷിങ്. ഞാൻ അന്നൊരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുമ്പളങ്ങിൽ എൻ്റെ കൊച്ചാപ്പൻ അപ്പച്ചൻ്റെ അനിയൻ്റെ അവിടെ വലിയൊരു കുളമുണ്ട്. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി മുങ്ങാൻ കൂടി വെച്ച്, അപ്പോൾ അമ്മ അതിൻ്റെ കുളത്തിൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കളികളൊക്കെ നോക്കി അമ്മ ശ്രദ്ധിച്ചപ്പോൾ ഞാനൊരു മുങ്ങാങ്കുഴിയിട്ട് പിന്നെ വന്നിട്ടില്ല പുറത്തേക്ക്. അമ്മ വാവിട്ട് കരഞ്ഞ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെയാണ് എന്നെ എടുത്തത്. കാരണം എൻ്റെ കാല് പോയിച്ച് ഞാൻ എടുത്തു. അങ്ങനെ 3 പ്രാവശ്യം ദൈവം എന്നെ മരണത്തിൽ. അത് എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. അച്ഛനെ കർത്താവ് തിരിച്ച് ജീവിതത്തിലേക്ക് ഈ 3 പ്രാവശ്യവും തിരികെ എത്തിച്ചത് വലിയൊരു എന്താ പറയുന്നത്, ഒരു വിളിക്ക് വേണ്ടിയായിരുന്നു. ഞാനത് ഓർക്കും, ഞാനത് ഓർക്കും. അതെ, അല്ലെങ്കിൽ അങ്ങനെ 3 പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. അതെ, തീർച്ചയായിട്ടും. ഒന്നൊക്കെ ഓക്കെ, ഇത് 3 പ്രാവശ്യം ആ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അത് കർത്താവിന്റെ പദ്ധതി തന്നെ. അതെ, അങ്ങനെ